ഈ ഓണ സീസണിൽ മഴ കാണില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഇതേ 300 മില്ലിമീറ്റർ മഴ 24 മണിക്കൂറിൽ നോർമലായി ഇങ്ങനെ അങ്ങ് പോയാൽ അതിൽ നിന്നുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഫ്ലഡ് വേവും അതേപോലെ നോർമലായിട്ട് 2018 നമുക്ക് 7 വെതർ സ്റ്റേഷനാണ് കേരളത്തിൽ. 7 അതിൽ തന്നെ പലതും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. മഴ പെയ്യും എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴയുടെ തോത് ഏറെക്കുറെ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി കൂടിപ്പോകുന്നു എന്ന ആക്ഷേപമാണ് നമ്മൾക്കിപ്പോൾ ഉള്ളത്. ഈ തീവ്രമായ ഒറ്റപ്പെട്ട ഇത്തരം മഴ ആ പ്രവചന സംവിധാനത്തിൽ കിട്ടില്ല. ആകെ കിട്ടുന്നത് റഡാറിലാണ്. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് എപ്പോഴും ഉൾക്കൊണ്ട് ജീവിക്കുക. ഈ സ്ഥലങ്ങളിലുള്ളവരുടെ ഭൂവിനിയോഗ രീതിയും അവരുടെ കെട്ടിട നിർമ്മാണ രീതിയും തന്നെ മാറേണ്ടിയിരിക്കുന്നു. എന്തുവരെയാണ് നമ്മുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്? വി ഹാവ് ഓവർകം ദ ഡിസാസ്റ്റർ പാർട്ട് ഓർ എന്താണ് ഇപ്പോഴത്തെ സിനാറിയോ? നമുക്ക് 31-ാം തീയതി രാത്രി ഒരു 3 മണിക്കൂർ പമ്പ ബേസിൻ കേന്ദ്രീകരിച്ച് ഒരു 300+ മില്ലിമീറ്റർ റെയിൻഫോൾ ഒരു 3 hours പെയ്തു. ഒരു പോയിന്റിലല്ല പെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ റെയിൻ ഗേജസിൽ നമ്മൾക്ക് 300+ റീഡിങ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അപ്പർ റീച്ചസ് ഓൾ ദ വേ ടു മിഡ്ലാൻഡ് ആൻഡ് ലോ ലാൻഡ്. അപ്പോൾ അത്രയും പ്രദേശത്ത് നമുക്ക് മഴ ഏതാണ്ട് ഒരേ അളവിൽ ലഭിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ മീനച്ചിൽ നോക്കിയാൽ 200+ mm റെയിൻഫോളും നമ്മൾക്ക് ഇതേപോലെ തന്നെ ബേസിൻ വൈഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി റെയിൻ ഗേജസ് ഉണ്ട്, നമ്മുടെ മീനച്ചിൽ റിവർ സൊസൈറ്റിയുടെ. അപ്പോൾ അവർക്ക് കുട്ടികളുമൊക്കെ ആയിട്ട് പല സ്ഥലത്ത് അവർ മെഷർ ചെയ്യുന്നുണ്ട്. ഒരു 44 സ്ഥലത്തെ റീഡിങ്സ് ഞാൻ നോക്കിയപ്പോൾ തന്നെ അതിലെ ഒരു 65% സ്ഥലത്തും 200+ റെയിൻഫോളാണ്. അപ്പോൾ ഈ രണ്ടിടത്തും പെയ്ത മഴയുടെ വോള്യൂം ഓഫ് വാട്ടറാണ് നമ്മൾ താഴോട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഈ സ്ഥിതിയിൽ നിന്നൊരു മെച്ചപ്പെടൽ മെനങ്ങാന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 100 mm മഴ നമുക്ക് വന്നിട്ടുണ്ട്. ആ മഴയുടെ അനുരണങ്ങൾ താഴേക്ക് കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പം ചെറിയൊരു സ്വെല്ലിങ് ഉണ്ടാകും. കാരണം ആ വെള്ളം ഒഴുകി വരണമല്ലോ. പിന്നെ ലോ ടൈഡിൻ്റെ സമയവുമായി കോയിൻസൈഡ് ചെയ്താണ് അത് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ഫാസ്റ്റ്ലി വെന്റിലേറ്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഹോൾഡ് ഓൺ ഫോർ അബൌട്ട് 6 to 7 hours. IMDയുടെ നമ്മളിപ്പോൾ ഇവരുടെയൊക്കെ മെഷർമെൻറ്റ്സ് തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ നോർമലിനെ മെഷർ ചെയ്യുന്നത് IMDയുടെ ഒരു അസസ്മെൻറ്റ് വെച്ചിട്ടാണ്. ദേ ദംസെൽസ് ഹാവ് ടോൾഡ് 5 times more ഇൻ എ ഡേ. അതിപ്പം നമ്മൾ ഈ നോർമലിനെ സംസാരിക്കുമ്പോഴും ഇതിൽ ടൈം ലൈൻസിനൊരു പ്രത്യേകതയുണ്ട്. ആളുകളോ നമ്മൾക്കോ പെർസീവബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഈ ഡെയിലി ടോട്ടൽസിനെ കുറിച്ചാണ്. പക്ഷേ ഈ ഡെയിലി ടോട്ടൽസ് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു വിത്തിൻ ദ ഡേ എന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിൽ ഈ 31st നൈറ്റിൽ ഫസ്റ്റ് ഏർലി മോർണിംഗ് വരെ ഉണ്ടായ മഴ ഈ 2 ബേസിനിൽ വടക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വടക്കുണ്ടായതിനെക്കുറിച്ച് നമ്മളാരും അത്രയധികം ചർച്ച ചെയ്തില്ല. മലപ്പുറം മുതൽ അങ്ങോട്ട് നല്ലതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഏതാണ്ട് ഒരു 180 mm മേളിൽ മഴയുണ്ട് നമുക്ക് മെഷറബിൾ ഡേറ്റ ഉള്ള സ്ഥലങ്ങളിൽ. ഇത് കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരു 3 hour വിൻഡോയിലാണ്. സോ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഇതേ 300 മില്ലിമീറ്റർ മഴ 24 മണിക്കൂറിൽ നോർമലായി ഇങ്ങനെ അങ്ങ് പോയാൽ അതിൽ നിന്നുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഫ്ലഡ് വേവും അതേപോലെ നോർമലായിട്ട് അങ്ങ് പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫ്ലഡിൻ്റെ പീക്ക് വേവ് കായൽ കടന്ന് കടലിലോട്ട് എത്തുമ്പോൾ, അപ്പോൾ കായലിലെത്തുമ്പോൾ തന്നെ ഹൈ ടൈഡിൻ്റെ ബാക്ക് വാഷ് ഇല്ലെങ്കിൽ ഈ എൻറ്റയർ വെള്ളം ഡ്രെയിൻ ചെയ്തു പോകും. ഹൈ ടൈഡുമായി കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഈ ഫ്ലഡ് വേവ് അവിടെ എത്തുന്നതെങ്കിൽ അതവിടെ റീറ്റെയിൻ ചെയ്യും. ഇതേപോലെ തന്നെ ആ മുകളിൽ പെയ്ത മഴയുടെ കോൺസെൻട്രേഷൻ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഇത് നോർമലായിട്ട് പോകുക. പക്ഷേ ഇങ്ങനെ ഒരു
റെയിൻ പാറ്റേൺ ആണ്. 3 hours ദർ വാസ് എ പീക്ക്. ആ പീക്ക് എന്ന് പറയുന്നത് ഒരു ഫ്ലഡ് വേവ് ആയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോഴും, അതായത് വെള്ളമായി പുഴയിലൂടെ ഒഴുകുമ്പോഴും അതേപോലൊരു പീക്ക് കാണിക്കും. ആ പീക്ക് താഴെ എത്തുന്നത് ഈ ഹൈ ടൈഡിൻ്റെ ബാക്ക് വാഷ് ഉള്ള സമയത്താണെങ്കിൽ ആ പീക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് സ്വെല്ല് ചെയ്യും. അപ്പം ഈ ഡൈനാമിക്സ് വളരെ പ്രധാനമാണ് ഇതിൽ. നമ്മൾ 2018 പ്രളയം വന്നപ്പോൾ നമ്മൾ നേരിട്ട പ്രശ്നം എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളും ഒക്കെ അന്ന് പറഞ്ഞിരുന്നു, ഈ മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു, കടൽ വെള്ളം എടുക്കുന്നില്ല. വൈ? ഇറ്റ് വാസ് സ്പ്രിംഗ് ടൈം. അപ്പോൾ കടൽ അബ്സോർബ് ചെയ്യില്ല. ആ 3-4 ദിവസം സ്വെൽഡ് ആയിരുന്നു സീ. അപ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോകാൻ അതിനനുസരിച്ച് സമയമെടുക്കും. ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻഫോൾ ആയിരുന്നെങ്കിൽ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാകില്ല. പക്ഷേ അത് നമ്മൾക്ക് ആഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ഉണ്ടായത്. വടക്കും ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടായി. നാളെ മുതൽ മഴ ടേപ്പർ ചെയ്യും. ഈ ഓണ സീസണിൽ മഴ കാണില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്ക് ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു 100+ mm കേരളത്തിൽ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ തുടങ്ങിയത് എന്നാണെന്നും കൂടി നമ്മളൊന്ന് അന്വേഷിക്കണം. 2018 നമുക്ക് 7 വെതർ സ്റ്റേഷനാണ് കേരളത്തിലുണ്ടായിരുന്നത്. 7 അതിൽ തന്നെ പലതും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ഇവിടുന്ന് വളരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടൊരു കത്തയച്ചിരുന്നു. പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് വളരെ വിശദമായിട്ട്. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീ PH കുര്യൻ വളരെ കണിശമായി ഒരു കത്തയച്ചിരുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന റഡാറുകളുടെ എണ്ണം കുറവാണ്, വേണ്ടുന്ന അത്രയും BIS സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന അത്രയും പോലും വെതർ സ്റ്റേഷൻസ് ഇല്ല, നിങ്ങൾ ഓട്ടോമേറ്റഡ് ഇത്ര എണ്ണം വെക്കണം, നിങ്ങൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സോളിസിറ്റ് ചെയ്യണം. കാരണം ഇതിനൊരു ഒരു നിയമപരമായ ഫ്രെയിം വർക്കും കൂടിയുണ്ട്. അതും കൂടി മനസ്സിലാക്കിയാലേ നമ്മൾക്കിത് പൂർണ്ണമായും കാണാൻ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് ചില കേന്ദ്ര ഏജൻസികളെ ഈ മുന്നറിയിപ്പുകൾ, അലർട്ട് ജനറേറ്റിംഗ് ഏജൻസികളായി തീരുമാനിച്ചിട്ടുണ്ട്. അത് നോട്ടിഫൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ അലർട്ട് ജനറേറ്റിംഗ് ഏജൻസികൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒബ്സർവേഷണൽ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുക, CWCയുടെ IMDയുടെ GSIയുടെ ഒക്കെ ജോലിയാണ്. നമ്മുടെ ജോലി എന്താണ്? അതിന് കറസ്പോണ്ടിങ് ആസ് എ സ്റ്റേറ്റ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ 18 ഈ കത്തെഴുതിയപ്പോൾ അന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ ഈ മെട്രിയോളജിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് ഡോക്ടർ മൊഹപാത്രയ്ക്കാണ്. അദ്ദേഹം ഇപ്പോൾ അവരുടെ ഡയറക്ടർ ജനറലാണ്. അദ്ദേഹം തിരിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊരു 100 AWS തരാം, പക്ഷേ ഞങ്ങൾക്ക് സ്ഥലമില്ല, നിങ്ങൾ സ്ഥലം തരണം. അപ്പം നമ്മൾ ചെയ്തത് കേരളത്തിൽ ഏതാണ്ട് 225 സ്ഥലം. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെതർ സ്റ്റേഷനെ എടുത്ത് നമ്മുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമ്മുടെ മിഥ്യാധാരണ. എവിടെയെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിലൊരു സാധനം വെച്ചാൽ അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എടുത്ത് നാളെ മുതൽ അത് പ്രവചനത്തിന്, അങ്ങനെയൊന്നും സാധിക്കില്ല. അവർക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 12 മീറ്റർ ബൈ 10 മീറ്ററുള്ള ഒരു ചതുരം വേണം. ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്താണ് ഇത് വെക്കുക. ഇത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു 25 ഡിഗ്രി ആംഗിളിൽ ഒരിടത്തും മരമോ മറ്റ് കെട്ടിടങ്ങളോ പാടില്ല. ഇത്രയും പ്രിസിഷനോടുകൂടി വെക്കുന്ന ഒരു എക്യുപ്മെൻറ്റിൽ നിന്നുള്ള ഡേറ്റ ശരാശരി 10 വർഷം കണ്ടിന്യൂസ് ആയി മെഷർ ചെയ്താലേ അവർക്ക് ആ ഡേറ്റയെ എന്തെങ്കിലും ഒരു അസസ്മെൻറ്റിന് പോലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമ്മളോട് വാശിയുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ സംവിധാനങ്ങളോട് വാശിയുള്ളതുകൊണ്ടോ ചെയ്തതല്ല. ലോകത്തെ കാലാവസ്ഥാ നിരീക്ഷണ സ്ഥാപനങ്ങൾക്ക് WMO വെച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ അവരെ ഓഫർ ചെയ്തപ്പോൾ നമ്മളൊരു 225 സ്ഥലം കണ്ടെത്തി അതിൽ നിന്ന് അവരുടെ കൂടെ പോയി സംഘടിച്ച് പരിശോധിച്ച് ഏതാണ്ട് 100 സ്ഥലത്ത് നമ്മൾ സ്ഥാപിച്ചു. ഇപ്പോൾ 100 സ്ഥലത്ത് ഈ മെഷർമെൻറ്റ്സ് ഉണ്ട്. മുൻപ് 7 സ്ഥലത്ത് അതിൽ 3-4 വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ 18 ശേഷം ഒരു 21 ആ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും എക്യുപ്മെൻറ്റുകൾ വന്നത്. നിങ്ങൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ കാണാം. അതിന് ശേഷമാണ് കേരളത്തിൽ 42 ഡിഗ്രി ചൂട് പല സ്ഥലത്തും വരുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. നമുക്ക്
റിപ്പോർട്ട് നമ്മുടെ മുണ്ടൂരുള്ള സ്റ്റേഷനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റേ IRTCയിലുള്ളതിൽ നിന്ന് ആളുകൾ പറയുമായിരുന്നു ഇത്രയുണ്ട്, അപ്പോൾ ആരും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴോ ഒരു 42-45 ഡിഗ്രി ചൂട് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ബോധ്യം വന്നത്, അത് അനുഭവിക്കുന്നവന് ബോധ്യമുള്ളപ്പോഴും നമ്മളുടെ സിസ്റ്റത്തിന് അത് ബോധ്യമില്ലായിരുന്നു. ആ ബോധ്യം വന്നു തുടങ്ങിയത് ഈ ചുരുങ്ങിയ ഒരു 5-6 കൊല്ലത്തെ നമ്മുടെ കളക്റ്റീവ് എഫേർട്ടിൽ നിന്നാണ്. ഈ സാഹചര്യം തന്നെയാണ് ഈ ക്ലൗഡ് ബേഴ്സ്റ്റിൻ്റെ കാര്യത്തിലുള്ളത്. കേരളത്തിൽ ആദ്യമായി ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന വലിയ ചർച്ച നടക്കുന്നത് പുല്ലൂരാമ്പാറയിൽ ഉരുൾപൊട്ടിയപ്പോഴാണ്. കോഴിക്കോട് വലിയ ഉരുളായിരുന്നു. അന്ന് നമ്മുടെ ജിയോളജിക്കൽ സർവേയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ സജിൻ കുമാർ, ഇന്ന് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഉരുൾപൊട്ടൽ മേഖലയിൽ രാജ്യത്തെ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി അംഗമാണ്, നമ്മുടെ കേരളത്തിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി അഡ്വൈസറാണ്. അദ്ദേഹം അന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് GSIക്ക് വേണ്ട സമർപ്പിച്ച റിപ്പോർട്ടിൽ ക്ലൗഡ് ബേഴ്സ്റ്റ് ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഔദ്യോഗിക കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അവരതിനെ റെഫ്യൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു മെഷർമെൻറ്റ് കിട്ടാനുള്ള സാധ്യത കേരളത്തിലുണ്ടായി, ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളതുകൊണ്ട്. മറ്റത് അൺമെഷേർഡായി പോവുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2009 8-9 ആ പീരീഡിൽ 2 decades. അപ്പം ക്ലൗഡ് ബേഴ്സ്റ്റ് കൂടിയോ എന്ന താങ്കളുടെ ചോദ്യത്തിന് എൻ്റെ മറുപടി, അൺമെഷേർഡ് ആയതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കണമെങ്കിൽ ഒരു മെഷർമെൻറ്റ് വേണം. ലഭ്യമായ മെഷർമെൻറ്റുകളിൽ നമ്മൾക്ക് അതില്ലായിരുന്നു. ഇപ്പോൾ ആ മെഷർമെൻറ്റ്സ് കിട്ടാനുള്ള സൗകര്യം ഉണ്ടായപ്പോൾ നമ്മൾ ചിലയിടങ്ങളിൽ അത് കാണുന്നു. സോ വി നോ ദാറ്റ് ഇൻ ആൻ hour more than 100 mm is falling at places. അത് നമ്മൾക്ക് അക്നോളജ് ചെയ്യാനുള്ള, അത് എൻഡോഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരിക്കുന്നു. അതർവൈസ് ഞങ്ങളുടെ ഭാഷയിൽ സാധാരണ പറയുന്നത് ദർ ഇസ് ഓൾസോ എ റിപ്പോർട്ടിംഗ് ബയസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്, റൈറ്റ്? The mass media drives the perception, not just data points. Now mass media has access to more data points. Therefore, the perception of increase in the number of cloud bursts have also substantially increased. Was it not there earlier? We have no measurements. Therefore, we cannot say that they were or they wasn't. ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഈ പരസ്പര ഏജൻസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലെയിം ഗെയിം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു ഹെൽത്തി ഇതാണോ, അതോ അതിൻ്റെ എന്താണ് അതിന് ആക്ച്വലി സംഭവിക്കുന്നത്? ഇപ്പം എല്ലാ ഇതിലും നമ്മളത് കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു എന്നുള്ളത്. ഒന്നാമതായി ഞാൻ പറയട്ടെ, നമ്മൾ വളരെ കണിശമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ പരസ്യമായും വിമർശിച്ചത് 2 ഒക്കേഷൻസിൽ മാത്രമാണ്. 2 occasions. One was Cyclone Oki, because somebody within that system said there was an adequate warning and that you were fed with the information as determined in the standard operating procedure, which later proved to be absolutely wrong. പാർലമെൻറ്റ് കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ചില മാധ്യമങ്ങളെങ്കിലും അതിനുശേഷം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു അലർട്ട് സ്റ്റേറ്റിന് നൽകുന്നതിന് ഒരു നിയതമായ പ്രോട്ടോക്കോളുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ എനിക്കിപ്പോൾ താങ്കൾ എന്നോട് നാളെ അവിടെ ഒരു മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ അതും എടുത്ത് പൊതുജനത്തിന് കൊടുക്കണം. അതിനുണ്ടാകുന്ന വൈക്കേറിയസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയുമാണ്. ടാക്സ് പേയേഴ്സ് മണി വിൽ ബി സ്പെൻഡ് ഓൺ ഇറ്റ്. അതുകൊണ്ടാണ് ഈ അലേർട്ട് ജനറേറ്റിംഗ് ഏജൻസികളെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അന്ന് അവർ SOP ഫോളോ ചെയ്ത് കൊണ്ട് യാതൊന്നും തന്നിരുന്നില്ല. അത് നമ്മൾ വളരെ കൃത്യമായി അന്ന് പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഫാക്ട്സ് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും അത് പരിശോധിച്ചിട്ടാണ് അടുത്ത ദിവസം അന്നത്തെ ഹോം മിനിസ്റ്ററായിരുന്ന രാജ്നാഥ് സിംഗ് സാർ പാർലമെൻറ്റിൽ അത് അക്നോളജ് ചെയ്യുകയും തുടർന്ന് പാർലമെൻറ്റ് കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വരികയും ചെയ്തത്. അവരതിൽ കൃത്യമായി പറഞ്ഞു. അവിടെയാണ് നമ്മൾ ഈ ഗവൺമെൻറ് സിസ്റ്റംസിൻ്റെ വിശ്വാസ്യതയും കൂടി മനസ്സിലാക്കേണ്ടത്. പാർലമെൻറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ
IMD പറഞ്ഞിരുന്നു ഇത് പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു ബിക്കോസ് ഇറ്റ് ഫാസ്റ്റ്ലി ഡെവലപ്ഡ് ഇൻ ടു എ സൈക്ലോൺ. അതർവൈസ് വിറ്റ് ഷുഡ് ഹാവ് ഓൺലി ബീൻ എ ലോ പ്രഷർ. ഇറ്റ് ഫാസ്റ്റ്ലി ഡെവലപ്ഡ് ആൻഡ് അവർ സിസ്റ്റംസ് couldn't detect it. That this rapid intensification എന്ന് പറയുന്ന പ്രോസസ്സ് അവർ കണ്ടില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. അക്നോളജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? നിയതമായ സിസ്റ്റംസിനുള്ളിൽ നിന്നുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന ശാസ്ത്രത്തിൻ്റെ പരിമിതിയാണ് അവരവിടെ പറഞ്ഞത്. നമുക്ക് ഇല്ലാത്തൊരു സാധനം ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഉണ്ടാക്കാനുള്ള ശാസ്ത്രീയമായ പരിമിതി അവർക്കുണ്ടായിരുന്നു എന്ന് അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഓക്കെ. അന്ന് നമ്മൾ വിമർശിച്ചിരുന്നു ഇവിടെ കൂടുതൽ സംവിധാനങ്ങൾ വരണം. അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായിരുന്നു? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ തിരുവനന്തപുരത്തെ സെൻറ്റർ ഈ കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ അവരെ ഇവിടുത്തെ റീജിയണൽ ഏരിയ സൈക്ലോൺ വാർണിംഗ് സെൻറ്ററായി അപ്ഗ്രേഡ് ചെയ്തു. കൂടുതൽ സ്റ്റാഫിനെ കിട്ടി, കൂടുതൽ സംവിധാനങ്ങൾ വന്നു. അവരുടെ പുതിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത് ഞാൻ വരാം, കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു. രണ്ടാമത് നമ്മൾ വിമർശിച്ചത് 2018-ലാണ്. നമ്മൾ അതിന് മുന്നേ 2013 ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങളൊരു മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കേരളത്തിൽ ആവശ്യത്തിന് ഡോപ്ലർ റഡാറുകളില്ല, 2 ഡോപ്ലർ റഡാറുകൾ കേരളത്തിൽ വെക്കണം. നമുക്ക് 3 വേണം. കൊച്ചിയിലുണ്ട്, നമ്മുടെ സി ബാൻഡ് ഉണ്ട് IMDക്ക്, പക്ഷെ വടക്കും തെക്കും ഓരോന്ന് വേണം. അതിന് വേണ്ടിയിട്ട് സഹായം വേണം. കൂടുതൽ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ വേണം. ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത് എല്ലാ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്, ഇപ്പോൾ NICക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രതിനിധി എല്ലാ ജില്ലയിലും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ എല്ലാ ജില്ലയിലും വെക്കണം. ഒരു ഡിസ്ട്രിക്റ്റ് മെട്രിയോളജിസ്റ്റിനെ അവർ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ തിരിച്ച് ഒരു ആർഗ്യുമെൻറ്റ് സേക്കിന് വേണമെങ്കിൽ ചോദിക്കുക, എന്നാൽ പിന്നെ സർക്കാരിനങ്ങ് ചെയ്തുകൂടെ? നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോളം ശേഷി ആർജിക്കണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ശേഷി രാജ്യത്തെ തന്നെ ഏറ്റവും സാങ്കേതികമായി തികവുള്ള സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ്. അപ്പോൾ അത്രയും ചിലവുണ്ട് അതിന്. ഒരാളെ അവിടെ കൊണ്ടുപോയി, ഒരു മെട്രിയോളജിസ്റ്റിനെ കൊണ്ടുപോയി നമുക്ക് ഡെയിലി വേജിന് നിയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വലിയൊരു ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ആളുകളെ നിയമിക്കണം. NICയുടെ മാതൃക കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആളുകളെ നിയമിക്കണം. 2018 നമ്മളവരെ വിമർശിച്ചത്, ഒന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണ ഉപകരണങ്ങളുടെ കുറവ്. നമ്മൾ അന്ന് മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. അത് നമ്മൾക്കിവിടെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഒരു മുന്നേറ്റവും ആ സമയത്തുണ്ടായിട്ടില്ല. 2, നമ്മൾ കണ്ടത് ഒട്ടനവധി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ. അന്ന് IBM വെതർ കമ്പനി, IBMൻ്റെ ദ വെതർ കമ്പനി പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരു 3 ദിവസം മുമ്പേ ഈ മഴയുടെ തീവ്രതയെ സംബന്ധിച്ച് വളരെ കൃത്യമായി അവലോകനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാൻഡ് ടൈഡാണ്. നമ്മൾക്ക് ഇതെടുത്ത് പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് ആളുകളോട് പറയാൻ പറ്റില്ല ഇത് വരുന്നു. നമുക്ക് IMD പറയുന്നതിനെയല്ലേ നമ്മൾക്ക് ആക്ഷനബിൾ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പരിമിതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ വെതർ മേഖലയിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് പോകണം. എന്നിട്ട് അതിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗൈഡൻസ് തരണം, ഞങ്ങൾ എങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ലെജിറ്റിമേറ്റ് ആക്കാൻ പറ്റും, നിങ്ങളതൊന്ന് പരിശോധിച്ച് തരിക. കൂടാതെ ഒരുപാട് പ്രൈവറ്റ് ഏജൻസികൾക്ക് വെതർ സ്റ്റേഷൻസ് രാജ്യത്തുണ്ട്. ഇപ്പോൾ സ്കൈമെറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 10,000 വെതർ സ്റ്റേഷനുണ്ട്. അപ്പോൾ ആ വെതർ സ്റ്റേഷനിൽ നിന്നുള്ള എന്ത് തരം ഡേറ്റയെ എങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ച് ഒരു മാർഗനിർദ്ദേശം തരണം. ഈ ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് വളരെ വിശദമായി അന്ന് സ്റ്റഡി ചെയ്ത് PH കുര്യൻ സാർ ഒരു കത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തത്. അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടായതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെതർ സ്റ്റേഷൻസ്. കൂടാതെ എക്സ്ബാൻഡ് റഡാർ ഇപ്പോൾ വയനാട്ടിൽ വരുന്നു. അതിന് പണി കഴിഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും, പണി കഴിഞ്ഞു. ഏതാനും സമയത്തിനുള്ളിൽ അത് കമ്മീഷനിങ് ടെസ്റ്റിങ്ങിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിരുന്നു, അതിൻ്റെ പടവും അത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സ്റ്റാറ്റസും. നമ്മൾ പഴശ്ശിരാജ കോളേജ്, അവിടുത്തെ കോളേജും അഭിവന്ദ്യനായ ക്ലിമിസ് തിരുമേനിയും തോമസ് തിരുമേനിയും നേരിട്ട് അന്ന് സമ്മതിച്ചതാണ് ഈ 30 സെൻറ്റ് സ്ഥലം നിങ്ങളെടുത്തോ ഇത് വെക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ ആ സ്ഥലം നമ്മൾക്ക് കിട്ടി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നമ്മളും അവരുമായിട്ടൊരു MOU സൈൻ ചെയ്ത് ഇപ്പോൾ അത് പണി തീരാറായി.
രണ്ടാമത്തെ ഒരെണ്ണത്തിന് വേണ്ടി കൊല്ലത്ത് അവർ സ്ഥലം ചോദിച്ചിട്ടുണ്ട്. ആദ്യം കണ്ട സ്ഥലം മതിയാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ മുന്നേറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ടില്ല, നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് SDMA കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ബ്ലെയിം, നമ്മൾ അവരോട് അവരുടെ പരിമിതികൾ ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ പരിമിതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സഹായം നമ്മളുടെ അടുത്തുനിന്ന് വേണോ അതെല്ലാം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ഥലം എടുത്തു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് ചെയ്തു. ഈ റഡാർ പണിയുന്ന സമയത്ത് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചില സാമ്പത്തിക കാര്യങ്ങളിൽ. അതിന് DG തന്നെ ഞങ്ങൾക്ക് കത്തെഴുതി, ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഈ സംവിധാനങ്ങൾ തമ്മിലുള്ളത് വളരെ ഊഷ്മളമായൊരു ബന്ധമാണ്. ഞങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ചെയിനിൻ്റെ രണ്ടാം ഘടകമാണ്. അതിന് മൂന്നാം ഘടകം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ. ആദ്യത്തെ ഘടകം ഈ അലേർട്ട് ജനറേറ്റിംഗ് ഏജൻസികൾ തന്നെയാണ്. അവർക്കാണ് സാങ്കേതികമായി ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു ദുരന്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഫ്രീക്വൻസി പറയാൻ പറ്റുന്ന അവർക്കാണ്. എത്രത്തോളം പരിഹരിച്ചിട്ടുണ്ട്? അതൊരു വളരെ ആപേക്ഷികമായ ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിരീക്ഷണ സംവിധാനങ്ങൾ വന്നു. ഞാൻ അതിൻ്റെ ഒരു ടൈം ലൈൻ പറഞ്ഞല്ലോ. ഒരു കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ വന്നു. ഈ നിരീക്ഷണ സംവിധാനങ്ങളെ വേണ്ട വിധം കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാംശീകരിക്കേണ്ടതുണ്ട്. അതിനും ഞാൻ ഒരു പരിമിതി പറഞ്ഞിരുന്നു. ഒരു 10 വർഷം ഒരു സ്ഥലത്ത് തന്നെ അത്തരം നിരീക്ഷണങ്ങൾ നടന്നാലേ അവർക്കത് ശരിക്കും അസിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൗവർ ഇപ്പോൾ ഈ LLM മോഡൽസൊക്കെ വന്നപ്പോൾ അവർ ചില കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചില രീതികളിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം. അത് എത്ര ആഴത്തിലാണ് അവരത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരികയാണ്. ഞങ്ങൾ ആ മോഡലിംഗ് ഡൊമെയിനിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി അല്ല. ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇപ്പോഴുണ്ടായിട്ടുള്ളത്, മഴ പെയ്യും എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഴയുടെ തോത് ഏറെക്കുറെ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി കൂടിപ്പോകുന്നു എന്ന ആക്ഷേപമാണ് നമ്മൾക്കിപ്പോൾ ഉള്ളത്. പക്ഷേ മഴയുടെയും കാറ്റിൻ്റെയും തോത് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് നമ്മൾക്ക് പെർസീവബിൾ ആയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നു നമ്മൾക്ക് 31-ാം തീയതി. ഓറഞ്ച് അലേർട്ടിനും അപ്പുറം റെഡ് അലേർട്ടിനും വളരെ മുകളിൽ, റെഡ് അലേർട്ടിൻ്റെ ക്രൈറ്റീരിയയിൽ നിന്നും ഒരു 100 മില്ലിമീറ്റർ മുകളിൽ മഴ പെയ്തു എന്നതാണ് നമ്മളുടെ ബുദ്ധിമുട്ട്. കാരണം അത് റിഫ്ലക്റ്റ് ചെയ്തത് മൂഴിയാർ ഡാമിലാണ്. എന്നാൽ അതിന് തൊട്ടു മുകളിലുള്ള പമ്പയിൽ 1 അടി പോലും വെള്ളം കൂടിയിട്ടില്ല, 1% പോലും വെള്ളം കൂടിയിട്ടില്ല. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്താണ് ഏറ്റവും നല്ല സംവിധാനം, എപ്പോഴാണ് നമ്മൾക്കിത് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്താൻ പറ്റുക? അങ്ങനെ ഒരു സാഹചര്യമില്ല. അങ്ങനെ ഒരു ഫൈനൈറ്റായ റിസൾട്ട് ഇതിനില്ല. ഇറ്റ് ഹാസ് ടു ബി കോൺസ്റ്റൻ്റ്ലി ഇൻവെസ്റ്റഡ് ഓൺ, കോൺസ്റ്റൻ്റ്ലി അപ്ഗ്രേഡഡ് ഓൺ. അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്നത് പെട്ടെന്ന് മഴ വരുന്നത്. അപ്പം ഈ IMDയുടെ സംവിധാനത്തിൽ ഈ മെഷർ ചെയ്യുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു സ്പീഡ് മതിയോ, അതല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് ടൈം അങ്ങനെ മതിയോ എന്നുള്ള. ഇപ്പോൾ ഒരു ദിവസത്തിൽ 2 തവണ ചെയ്യുന്നു, അത് വളരെ റിയൽ ടൈമിൽ വേണ്ട ഒരു സംഗതിയല്ലേ? നമ്മൾക്ക് ഇതും നമ്മൾ ഫ്രെയിം വർക്ക്സിൽ കാണണം. ദർ ഇസ് എ 5-day ഫോർകാസ്റ്റ്. എല്ലാ ദിവസവും ഉച്ചയ്ക്കാണത് സെർട്ടനിറ്റിയോടുകൂടി വരുന്നത്. പിന്നെ വൈകിട്ടും രാവിലെയും റാപ്പിഡ് സിസ്റ്റംസ് ഉള്ള സമയത്താണെങ്കിൽ എവറി 3 hours അവർ ഡിസ്ട്രിക്റ്റ് വൈസ് കളർ കോഡഡ് ഫോർകാസ്റ്റ് തരും. ഇതൊരെണ്ണം. മറ്റൊന്ന് നൗകാസ്റ്റാണ്. എവറി 3 hours യു ഗെറ്റ് എ നൗകാസ്റ്റ് അബൌട്ട് എൻ ഏരിയ, ഡിസ്ട്രിക്റ്റ്, സെയിങ് ദറ്റ് സം പ്ലേസസ്. അതിൽ പല കോയിനേജുകളുണ്ട്. ഐസൊലേറ്റഡ് പ്ലേസസ്, മോസ്റ്റ് ലൈക്ലി, ഇങ്ങനെ കുറേ കോയിനേജസ് ഉണ്ട്. ഈ അബ്രീവിയേഷൻസും കോയിനേജസും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഓറഞ്ച് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ആൻ എക്സ്പ്ലെയിനർ യു വിൽ ബി ഏബിൾ ടു റീഡ് ത്രൂ ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെരി ഇൻ പ്ലെയിൻ ലാംഗ്വേജ്. അപ്പോൾ ഈ സംഗതികൾ ഉണ്ടാകുന്നത് അപ്പോഴുള്ള മഴയുടെ റിയൽ ടൈം ഫീൽഡ് മെഷർമെൻറ്റ് മാത്രം വെച്ചിട്ടല്ല. ദർ ഇസ് എ റഡാർ വിച്ച് ലുക്സ് അറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് ആ റഡാറിൻ്റെ എണ്ണം കൂട്ടണം എന്ന് നമ്മൾ 13 മുതൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം റഡാറാണ് ഒരു 15 മിനിറ്റിൽ സ്കാൻ ചെയ്ത് ഈ റെയിൻ ഫോമിങ് ക്ലൗഡ്സ് ഉണ്ടോ എന്ന് നമ്മൾക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു സാധനം. നമ്മളുടെ ഫീൽഡിലുള്ള വെതർ സ്റ്റേഷനിൽ നിന്നുള്ള മെഷർമെൻറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഈ ഡേറ്റാ സെൻറ്ററിൽ എത്താൻ, അത് പൂനെയിലുള്ള ഡേറ്റാ സെൻറ്ററിലോ അല്ലെങ്കിൽ എവിടെ ഡേറ്റാ സെൻറ്റർ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വെതർ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ഡേറ്റ എത്താൻ ആ മഴ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ.
അപ്പോൾ ആ ഡേറ്റ ഒരു മോഡലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് അടുത്ത നൗകാസ്റ്റിന് വേണ്ടിയല്ലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെയ്യാൻ പോകുന്ന മഴയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെയാണ് ഈ റാപ്പിഡ് ഇൻറ്റൻസിഫിക്കേഷൻ്റെ പ്രത്യേകത. നമ്മൾക്ക് 31 കേസ് മാത്രം ഒന്ന് എടുക്കാം, ഈ 31-ാം തീയതിയിലത്തെ കേസ്. 11:52 നമ്മൾക്ക് CBയിൽ റെഡ് അലേർട്ട് വന്നു. അത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് മെസ്സേജായിട്ട്. അപ്പോൾ മെസ്സേജ് ഡെലിവറിയിലൊക്കെ ചില ഡിലേ ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അതിലേക്ക് വരാം. പക്ഷേ 11:52 ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അടുത്ത 3 മണിക്കൂറിൽ 300 മില്ലിമീറ്റർ റെയിനാണ് വന്നത്. ഈ റെയിൻഫോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പീക്കാണ്. ഈ റെയിൻഫോൾ വന്ന് അതിൻ്റെ ഏറ്റവും കൂടുതൽ ജലം വന്ന മൂഴിയാർ അണക്കെട്ടെടുത്താൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിലുണ്ടത്, അന്നത്തെ വാട്ടർ ലെവൽ വാസ് ഓൺലി 60%. ആസ് സച്ച് ദാറ്റ് ഡാം ഇസ് എ വെരി സ്മോൾ ഡാം, ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് എനി ടൈം. അങ്ങനത്തെ 6 ഡാമുകളുണ്ട്, അതിന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏത് സമയം തുറക്കാം. അതിന് താഴെ ജീവിക്കുന്ന വേറൊന്നും നമുക്ക് പറയാനില്ല. അത് അടച്ചിട്ടാൽ അത് പൊട്ടി വന്നിട്ട് ചിലപ്പോൾ ആലപ്പുഴ വഴി അങ്ങ് പോകും. അത്രയും വെള്ളം, വലിയ ഫ്ലഡ് വേവ് ഉണ്ടാകും. അതുകൊണ്ട് അത് തുറക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഈ KCBയുടെ മുമ്പിലെ പരിഹാരം. അതുകൊണ്ടാണ് അവർ ഓപ്പറേഷൻ മാനുവലിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഓറഞ്ച് ബുക്കിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 60% നിന്ന് ഇത് തുറന്നു വിടേണ്ട അളവിലേക്ക് വെള്ളം റാപ്പിഡായിട്ട് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും വെള്ളം അവിടെ വന്നു എന്നാണ്. ഈ വിൻഡോയിൽ എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് കഴിഞ്ഞ യോഗത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു, സ്റ്റേറ്റും ചോദിച്ചിരുന്നത്. അന്ന് അവർ പറഞ്ഞത് ഇത് മോഡൽസ് ആവറേജ് ചെയ്ത് കളയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പലപ്പോഴും അത് ഔട്ട്ലയേഴ്സായിട്ട് കണ്ട് ആവറേജ് ചെയ്ത് കളയും. 10-26 മോഡലുകളുടെ എൻസെമ്പിൾ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ മോഡലുകൾ പലപ്പോഴും ഇത് ആവറേജ് ചെയ്ത് കളയും. അപ്പോൾ മഴ പൊതുവിൽ വളരെ കൂടുതലായിരിക്കും എന്ന് പറയുമ്പോഴും ഈ തീവ്രമായ ഒറ്റപ്പെട്ട ഇത്തരം മഴ ആ പ്രവചന സംവിധാനത്തിൽ കിട്ടില്ല. ആകെ കിട്ടുന്നത് റഡാറിലാണ്. റഡാറിൽ കിട്ടി 15 മിനിറ്റിനുള്ളിൽ ഇത് പ്രോസസ്സ് ചെയ്ത് അലർട്ട് പോകുമ്പോഴത്തേക്കും അവിടെ മഴ റിയലൈസ് ചെയ്ത് കഴിയും. അപ്പോൾ അതിനേക്കാൾ ഫാസ്റ്ററായി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ 2 കാര്യങ്ങളിൽ ശ്രദ്ധ വരുത്തിയാലേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. ഒന്ന്, എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് എപ്പോഴും ഉൾക്കൊണ്ട് ജീവിക്കുക. ഈ സ്ഥലങ്ങളിലുള്ളവരുടെ ഭൂവിനിയോഗ രീതിയും അവരുടെ കെട്ടിട നിർമ്മാണ രീതിയും തന്നെ മാറേണ്ടിയിരിക്കുന്നു. അതുമാത്രമേ ലോങ് ടേമിൽ നമ്മളെ റെസിലിയൻ്റ് ആക്കുകയുള്ളൂ. വേറെ ഒരു സിസ്റ്റത്തിനെയും, അതായത് 1 hour 15 minutes later you're going to have an extreme rainfall എന്ന് പറഞ്ഞാൽ I will run in the 1 hour and 10th minute എന്ന് പറഞ്ഞിരുന്നാൽ that's not going to work because the whole ഈ ക്ലൗഡ് ഫോം ചെയ്യുന്നത് SDM-ക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ IMD-ക്കോ ഒരു 3 മണിക്കൂർ മുമ്പ് ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകുന്നതല്ലേ? അതാണ് ഞാൻ നേരത്തെ കേരളത്തിൽ ഇപ്പം ഉണ്ടാവുന്ന ക്ലൗഡ് ബസ്റ്റ് നോക്കിയാൽ വളരെ ലോക്കലൈസ്ഡ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് അത് നമുക്ക് കഴിയാത്തത്? ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഉണ്ടായതിൽ തന്നെ താങ്കൾ എനിക്കൊന്ന് പറഞ്ഞത് 10 മണിക്ക്, രാത്രി 10 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ്, അതുകൊണ്ടാണ് നമുക്കത് കഴിഞ്ഞിരുന്നത്. അതൊരു റീസൺ അല്ലല്ലോ. അല്ല, അത് നമ്മൾക്ക് റീസൺ അല്ല. ഇത് ഒരു ഡിറ്റക്ഷൻ, ഇത് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് റഡാറിലൂടെയാണ്. ആ റഡാറിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ റഡാറിൽ കാണുന്നതിനെ ഒരു അലർട്ടായി റിയലൈസ് ചെയ്താലും ആ റിയലൈസേഷൻ ടു ആക്ഷൻ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ. ഒരാൾക്കൊരു മെസ്സേജ് കൊടുത്തു രാത്രി, ഇപ്പോൾ 12 മണിക്ക് നമ്മൾക്കൊരു മെസ്സേജ് ഒരു കാര്യത്തിനെക്കുറിച്ച് IMDയുടെ ഒരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്തായിരിക്കും സംഭവിക്കുക? വാട്ട് വിൽ യു ഡു അൺലെസ് യു ആർ യുവർ സെൽഫ് പ്രിപ്പയർഡ് ടു റൺ? വാട്ട് വിൽ യു ഡു? അപ്പം അവിടെ റഡാറിൽ അത് കണ്ടിരുന്നു. ആ റഡാർ കണ്ടപ്പോഴാണ് അവർ അലർട്ട് ജനറേറ്റ് ചെയ്തതും ആ സമയത്താണ് നമ്മൾ അലർട്ട് കൊടുത്തത്. പക്ഷേ ആക്ഷണബിളായ അലർട്ട് ഉണ്ടാകണമെങ്കിൽ ഒരു 24 hour വിൻഡോയിൽ കിട്ടിയാൽ മാത്രമേ ഒരു സിസ്റ്റം മുഴുവൻ ഇൻക്ലൂഡിങ് അസ് പ്രിപ്പയർഡ് ആവുകയുള്ളൂ. അപ്പോൾ അവിടെ ഫോർകാസ്റ്റിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് പ്രധാനം, നോട്ട് നൗകാസ്റ്റ്. നൗകാസ്റ്റിൽ ഇപ്പോൾ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് ഡോണ്ട് ഗോ ഔട്ട് ഓർ ടേക്ക് എൻ അംബ്രല്ല ആൻഡ് ഗോ. ആസ് സച്ച് ഇൻ ദ നൈറ്റ് people will not be able to respond to such alerts. That is why 18 കത്ത് ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊക്കെ തരാം. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു ഗിവ് എ 24 hour ഫോർകാസ്റ്റ് മിനിമം. കാരണം
പലതരത്തിലുള്ള മനുഷ്യരുള്ള പ്രദേശങ്ങളാണ് ഈ രാജ്യം മുഴുവൻ. ഇവിടെ നമ്മുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഹിമാചലിലും ഇത് തന്നെയാണ് റിയാലിറ്റി, ഉത്തരാഖണ്ഡിലും ഇത് തന്നെയാണ് റിയാലിറ്റി. ആ ഫോർകാസ്റ്റ് മെക്കാനിസംസ് ഇംപ്രൂവ് ചെയ്താൽ, ഒരു നോട്ട് നൗകാസ്റ്റ്, ഫോർകാസ്റ്റ് മെക്കാനിസംസ് ഇംപ്രൂവ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ലീഡ് ടൈം പ്രിപ്പറേഷന് കിട്ടും. 24 മണിക്കൂർ മുമ്പ് ഇപ്പം മൂഴിയാറിൽ ഇത്രയും ജലം വർദ്ധിക്കും എന്ന അസസ്മെൻ്റ് ഉണ്ടാകാൻ പറ്റിയാൽ ആ അസസ്മെൻ്റ് വെച്ചിട്ട് നമുക്ക് പറയാം ഇവിടെ എല്ലാ ആളുകളും. പക്ഷേ ആ അസസ്മെൻ്റ് ഉണ്ടാകുന്നതിൻ്റെ ഹേതു ഏതാണ്? മഴയാണ്. ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ മുണ്ടക്കൈയിൽ ഉരുൾ പൊട്ടിയതിൻ്റെ അന്നേ ദിവസം എന്തായിരുന്നു നമ്മളുടെ എക്സ്പെരിമെൻ്റൽ ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റ് സിസ്റ്റത്തിലെ ഫോർകാസ്റ്റ്? ഗ്രീൻ അലേർട്ടായിരുന്നു. ഓൾ ഓഫ് യു സോ, റൈറ്റ്? വൈ? The forecast of rainfall didn't capture that extreme rainfall. Therefore, GSI's system also predicted. The first chain in hydrometeorological hazards is forecast, not even nowcast. ഇത്തവണ വയനാട് ഉണ്ടായതിലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായല്ലോ, അതിലും നമ്മൾ ഗ്രീൻ ഇതല്ലേ കൊടുത്തിരുന്നത്? എവിടെ? കല്ലാടിയോ? കല്ലാടി is not at all a natural event. I have strong reservations. It's not a natural event. അതൊരു സ്ലോപ്പ് കട്ട് ഫെയിലിയറാണ്. ആ കട്ട് ഫെയിലിയറിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അവർ പരിശോധിക്കട്ടെ. ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അവർ പരിശോധിക്കട്ടെ. പക്ഷേ I have studied geotechnical engineering. I understand soils, and I have strong reservations in any statement that says that it is because that the 3 days before, you can look at the photos and videos of that place. 3 days onwards there were cracks being shown. അപ്പോൾ അവിടെ ഒരു എൻജിനീയറിംഗ് പ്രോബ്ലം ഉണ്ട്. അതെൻ്റെ എന്താ പറയുന്നത്, എൻ്റെ സയൻസിനെ റിലേ ചെയ്തുകൊണ്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ഐ വിൽ നോട്ട് go ahead and put that in paper until there is that committee which comes back and tells us. കേരളത്തിന്റെ റോളുണ്ടോ? അതായത് ഈ ടൗൺ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, അതിലെല്ലാം KSDMAക്ക് ഒരു സേ ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും ഒരു വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രത്യേകിച്ചും ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയയിൽ ഒന്ന് ഫ്രജൈൽ ടെറെയിൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് അതിനെക്കുറിച്ചൊന്ന് ഡിസഗ്രിഗേറ്റ് ചെയ്ത് നോക്കാം. കേരളത്തിൽ ഏതാണ്ട് 13 റെസ്ട്രിക്റ്റീവ് സോൺസിനുള്ളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഉദാഹരണത്തിന് നാഷണൽ ഹൈവേയുടെ 2 വശം, റെയിൽവേ ലൈനിൻ്റെ 2 വശം, കോസ്റ്റൽ സോൺ, മറ്റേ എന്താണ് കാടിൻ്റെ ബഫർ, വെറ്റ്ലാൻഡിൻ്റെ ബഫർ, പുഴയുടെ ബഫർ, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഹസാർഡ് സോൺസ്. ഹസാർഡ് സോൺസിൽ റെഡ് സോൺ ഉണ്ട്, ഓറഞ്ച് സോൺ ഉണ്ട്, മോഡറേറ്റ് സോൺ ഉണ്ട്, ഫ്ലഡ് സസെപ്റ്റബിലിറ്റി. അപ്പോൾ പുഴപ്പുറം പോക്കുണ്ട്, അതും നമ്മൾക്ക് കൺസ്ട്രക്റ്റബിൾ ഏരിയ അല്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി യു ക്യുമുലേറ്റ് ഓൾ ദിസ്, യു ആർ ലുക്കിംഗ് ആൻഡ് ദെൻ റഫ്ലി അബൌട്ട് 25% ഓഫ് അവർ സ്റ്റേറ്റ് ഇസ് ഫോറസ്റ്റ്, റൈറ്റ്? സോ ആൻഡ് വെറ്റ്ലാൻഡിൻ്റെ ഏരിയ എല്ലാം കൂടെ ഡിഡക്ട് ചെയ്തൊരു 30% പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ലിവബിൾ ഏരിയ ഫോർ ഹ്യൂമൻ ബീയിങ്സ് ഇൻ കേരള ഇസ് ഓൺലി സോ മച്ച്. ഈ കേരളത്തിൻ്റെ എൻറ്റയർ സെറ്റിൽമെൻറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെ നോക്കിയാലും ലൈറ്റാണ്, എവിടെ നോക്കിയാലും ആളുകളാണ്. കാരണം എന്താണ്? നമ്മളൊരു കാലത്ത് അഫോർഡബിലിറ്റി മാത്രം പരിഗണിച്ചുകൊണ്ട് ചില ഏരിയാസ് ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. ഈ ഓക്യുപ്പൈ ചെയ്ത ഏരിയാസിൽ നമ്മൾക്ക് ഇതൊക്കെ ഹസാർഡ് സസെപ്റ്റബിൾ ആണ് എന്ന റിയലൈസേഷൻ ഉണ്ടായത് ഈ ഭൂപടങ്ങളൊക്കെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോഴാണ്. SDMA ആണ് ഈ ഭൂപടങ്ങളെല്ലാം പബ്ലിക് ഡൊമൈൻ. ഇപ്പം എവിടെയാണ് ഹസാർഡ് സോൺസ് എന്ന് രാജ്യത്ത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ റിവീൽ ചെയ്തതായിട്ട് കാണിക്കാമോ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ? കാരണം എന്താണ്? 12-ൽ നമ്മളിവിടെ നടത്തിയ സുരക്ഷായനത്തിൽ പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവസരം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിയിൽ എത്ര കേസാണ് നടക്കുന്നതെന്നറിയോ? റെഡ് സോൺ, ഓറഞ്ച് സോൺ സംബന്ധിച്ചിട്ടുള്ളത് എത്രയോ കേസുകൾ ആളുകൾക്ക് ലിറ്റിഗേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് വയനാട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2015-ൽ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. എങ്ങനെയാണ്? വളരെ കൺസൾട്ടേറ്റീവായ പ്രോസസ്സിലൂടെ എല്ലാ പഞ്ചായത്തുകളെയും കൺസൾട്ട് ചെയ്ത് അവരുടെ DDMAയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അവർ ഹസാർഡ് സോൺസിൽ എന്ത് ഹൈറ്റിൽ വരെ കെട്ടിടങ്ങളാവാം, എന്ത് ഫുട് പ്രിൻ്റ് ഉള്ള കെട്ടിടങ്ങളാകാം എന്ന റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ആ റെസ്ട്രിക്ഷൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടുക്കി ജില്ലയിലേക്ക് അപ്ലിക്കബിൾ ആക്കി ഈ അടുത്ത കാലത്ത്. അപ്പം ഇടപെടലുണ്ടോ? ഇടപെടലുണ്ട്. അതിന് ഏറ്റവും പ്രധാനം എന്താണ്? ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ കിട്ടുക എന്നുള്ളത്. ഈ ഓഫീസിൽ ഒരു കാര്യവും ഒളിച്ചു വെച്ചിട്ടില്ല. റെസ്ട്രിക്ഷൻ
ഉണ്ട്. അത് ഫോളോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കോടതി അപ്ഹോൾഡ് ചെയ്തതാണ്. അതിനെതിരെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി വരെ ആളുകൾ പോയി. ഇറ്റ് വാസ് അപ്ഹെൽഡ് ബൈ ദ കോർട്ട്. അപ്പോൾ അതിപ്പോൾ ഒരു റെസ്ട്രിക്ഷനാണ്. 2, ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ബിൽഡിംഗ് റൂൾസ് അമെൻഡ് ചെയ്യിച്ചിരുന്നു. അന്ന് കോടതിയും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഇടപെട്ടിരുന്നു. അതായത് നീർച്ചാലുകൾ തടഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിർമ്മിതി കേരളത്തിൽ ചെയ്താൽ അത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് പണിഷബിളാണ് എന്നാണ് അതിൽ എൻട്രി ചെയ്തത്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു ലീഗൽ ചേഞ്ചാണ് മൈനർ മിനറൽ റൂൾസിൽ ഈ പലയിടത്തും ഉരുളുപൊട്ടി മണ്ണൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് ഇത് എടുത്തു മാറ്റാൻ നാട്ടുകാർ ശ്രമിക്കുമ്പോൾ അവർ സിനറേജ്, സെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോസസ്സുകൾ വരും. അപ്പോൾ അവർക്ക് ഇത് മാറ്റാനും പറ്റത്തില്ല, എന്നാൽ കുറേ കാശ് ദുരന്തബാധിതൻ വീണ്ടും കാശ് കൊടുക്കേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിച്ചു. ഏറ്റവും സിഗ്നിഫിക്കൻ്റായി ഉണ്ടായത് നമ്മൾ 2023-4 ആണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല, വളരെ കാറ്റഗോറിക്കായിട്ട് സ്റ്റേറ്റിലെ നിർമ്മാണ പ്രക്രിയകൾക്ക് നമ്മളൊരു സെൽഫ് സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. പ്രപ്പോസിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ കുറേ IS കോഡ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും കോഡൽ പ്രൊവിഷൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, എങ്ങനെ ഒരു കെട്ടിടം കെട്ടണമെന്നും എവിടെ കെട്ടണമെന്നും ഒക്കെ കോഡൽ പ്രൊവിഷൻസ് ഉണ്ട്. ഈ പ്രൊവിഷൻസ് പരിശോധിച്ചിട്ടാണോ അവിടുത്തെ റിസ്ക് എക്സ്പോഷറും കൂടെ നോക്കിയിട്ടാണോ ഒരു പബ്ലിക് എക്സ്ചെക്കർ പ്രൊജക്റ്റ് നടക്കുന്നത് എന്നത് പരിശോധിക്കാൻ ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ ഫോം ഞങ്ങളുടെ 16 DM പ്ലാനിൽ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഫോർ സം റീസൺ ഫോളോഡ് ബൈ എനിബഡി. പറഞ്ഞ കേസ് ഒരു കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന ഇതാണ്, ഇത് പലപ്പോഴും ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ റോഡ് പണിയുമ്പോൾ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന ഇത് അടച്ച് പണിയുന്നു, നേരത്തെ ഉള്ള ജലസ്രോതസ്സുകളെ അടയ്ക്കുന്നു. നാഷണൽ ഹൈവേ നമ്മളുടെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് അതല്ലായിരുന്നു. എത്ര നാൾ വീരമല കുന്നിൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ആരാ ചെയ്തത്? ഞങ്ങളാണ് ചെയ്തത്. ഐ തിങ്ക് യു റിപ്പോർട്ടഡ് അബൌട്ട് ഇറ്റ് ഓൾസോ. വീരമല കുന്ന് കാസർഗോഡ് ഇടിഞ്ഞു പോയപ്പോൾ നാഷണൽ ഹൈവേ അന്ന് ആദ്യമായി ഈ വീരമല കുന്നിലെ കട്ടിങ് ബുദ്ധിമുട്ടാണ് എന്ന് കളക്ടർ, ഞങ്ങളുടെ ജില്ലാ ഹസാർഡ് അനലിസ്റ്റ് അത് അറിയിച്ചിട്ട് കളക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ GSIയെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിപ്പിച്ച് GSI കാറ്റഗോറിക്കലി ഹാസ് ടോൾഡ് ഇൻ ദാറ്റ് റിപ്പോർട്ട് to NHAI that your designs have problems, rectify it. Now if a central agency like GSI, which is a nodal agency in the country, tells NHAI, and if they don't comply, then I mean what would a statutory authority do? And അതിൻ്റെ അകത്ത് ആ ഇടപെടൽ നടത്തി ഇത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ് ഗവൺമെൻറ് റിപ്പോർട്ടാക്കിയത് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം ഇൻ ദ ഡിസൈൻ. പിന്നെ നമ്മളിങ്ങോട്ട് കണ്ടില്ലേ സ്ട്രൂ ഓഫ് ഇവൻറ്റ്സ്, റൈറ്റ്, എവ്രിവെയറും എല്ലായിടത്തും. നേരത്തെ ചോദിച്ചു DM കോഡ് ആരാ എൻഫോഴ്സ് ചെയ്യേണ്ടത്? ലെറ്റ്സ് സേ ഒരു പബ്ലിക് പ്രോജക്റ്റിൽ ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആരാണ് അതിന്റെ മോണിറ്ററിംഗ്? The DM Act itself says that the departments have to do it. It is their statutory obligation. അതായത് ആക്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു എന്ന ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കാരണം അൾട്ടിമേറ്റ്ലി വി ലുക്ക് അറ്റ് മെയിൻ സ്ട്രീമിംഗ് DRR. The act spirit is that you mainstream in your own life, in your own designs, in your own work. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്യുന്നത്? സോ ദർ ആർ തിങ്സ് ദാറ്റ് ഹാസ് എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ്, അല്ലേ? എൻവയൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് ഏജൻസി ചില എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ പാരാമീറ്റേഴ്സ് അതിൽ ഡിഫൈൻ ചെയ്യും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏജൻസിക്ക്, അതിൻ്റെ പ്രൊപ്പണൻ്റ് ഏജൻസിക്കാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കാനുള്ള ചുമതല. ഈ എൻവയൺമെൻറ്റൽ പ്രിസ്ക്രിപ്ഷൻസിൽ തന്നെ DM പ്രിസ്ക്രിപ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. സോ ഇഫ് യു ഗോ ടു an EIA, for example, you take any EIA that is available in public domain, you will actually see DM as a critical point there, including work site management. അതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ അതിനെ സൂപ്പർ ചെക്ക് ചെയ്യാൻ ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ യു ആർ ആഡിങ് അനദർ ലെയർ ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ആൻ എൻഡ്ലെസ് ലൂപ്പ്. നോ, one event happens, then the next agency will come. So it's an endless loop. അതുകൊണ്ട് ഗവേണൻസ് മെക്കാനിസത്തിൽ ഇതിനെ സൂപ്പർ ചെക്ക് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതല്ല. വിത്തിൻ ദ സിസ്റ്റം, വിത്തിൻ ദ മെക്കാനിസം ഓഫ് എ കൺസ്ട്രക്ഷൻ സിസ്റ്റം ദർ ഹാസ് ടു ബി സേഫ് ഗാർഡ്സ്. അതുകൊണ്ടാണ് HSE, there is a health and safety engineer available, there is a site manager available who has to look at the site protection. ഇതെല്ലാം പ്രീ ഡിഫൈൻഡ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് കോൺട്രാക്റ്റിൽ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ആൻഡ് ഐ ഡോണ്ട് മൈൻഡ് സ്റ്റേറ്റിംഗ് ദിസ് പബ്ലിക്ലി. നമ്മളിപ്പോൾ ഒരു EPC കോൺട്രാക്ട് റെജീമിലാണ് മൊത്തത്തിൽ ഇന്ത്യയിൽ പലയിടത്തും. നാഷണൽ ഹൈവേസ് ആർ ഓൾ EPC കോൺട്രാക്ട്സ്, റൈറ്റ്? എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ. How does this system work? Now, I am a proponent, I want to do a project.
I assign an EPC contract. What am I essentially doing from a risk manager's perspective? ഞാനൊരു റിസ്ക് മാനേജറാണ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ്? എൻ്റെ ഇൻഡംനിറ്റി ആസ് എ പേഴ്സൺ ഹൂ ഇസ് അവോർഡിങ് ദറ്റ് EPC contract to you, I am transferring my entire indemnity to you. What are you doing? You are transferring that indemnity to a car insurer. ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറർക്ക് യു ആർ ട്രാൻസ്ഫറിങ് യുവർ ഇൻഡംനിറ്റി. സോ അവിടെ EPC contractor designs, the engineering designs are by the EPC, the procurement is done by them, the construction is also done by you, right? I mean, if you are holding the EPC contract. അവിടെ എനിക്ക് വേണ്ടി ഓടയുടെ ഡിസൈൻ, ഞാനിപ്പോൾ അടിമാലിയിലെ വിഷയം പരിശോധിക്കാൻ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് ഞാനവിടെ പോയിരുന്നു. അവിടെ ഒരു കൾവർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് വീടുകളൊക്കെ തകർന്നു പോയതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ കട്ടിങ് വളരെ സ്റ്റീപ്പായിരുന്നു. അവർ ബെഞ്ച് ടെറസ് ചെയ്തിട്ടില്ല, സ്ക്രിപ്റ്റിംഗ് പോലും ചെയ്തിട്ടില്ല. ഇറ്റ്സ് നോട്ട് എ പ്ലേസ് വെയർ സ്ക്രിപ്റ്റിംഗ് വിൽ ഓൾസോ സ്റ്റാൻഡ്. നന്നായിട്ടത് ബെഞ്ച് ടെറസ് ചെയ്ത് പോകേണ്ടുന്ന ഒരു സ്ഥലമായിരുന്നു. ഓൾ കീപ്പിംഗ് അപ്പാർട്ട് ദാറ്റ്, ഒരു സിമ്പിൾ പോയിന്റിലേക്ക് വരും. അവിടെ ഒരു ഓട അവർ സൈഡിലൂടെ ഒരു ക്യാച്ച് ഡ്രെയിൻ പണിതിട്ടുണ്ട്. ആ ക്യാച്ച് ഡ്രെയിനിന് ഒരു കപ്പാസിറ്റി ഡിസൈൻ ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു. സോ ദിസ് ഇസ് ഡിസൈൻ വിത്ത് ദിസ് കപ്പാസിറ്റി. സോ ഐ സെഡ്, ഹൂ ടോൾഡ് യു ടു ഡിസൈൻ വിത്ത് ദിസ് കപ്പാസിറ്റി? Now our consultant told. Who is that consultant? Some private agency. Who super checked it? Some NIT super checked it. There is no process through which we will be able to track back and to find out what really happened. No, whether this was sufficient or not, and have they adequately looked at the design criteria for that place. അവിടുത്തെ ഡിസൈൻ ക്രൈറ്റീരിയ അവിടുത്തെ റെയിൻഫോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ക്യാച്ച് ഡ്രെയിൻസിന്. അത് ചെയ്തിട്ടുണ്ടോ? മുകളിലെ ക്യാച്ച്മെൻറ്റിനെ അസസ് ചെയ്തിട്ടുണ്ടോ? വെർ ഇസ് ദറ്റ് ഡോക്യുമെൻറ്റ്? വി ഡോണ്ട് നോ. പണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ദർ ഇസ് ഓൾവേസ് ദ PWD ആൻഡ് ദ എഞ്ചിനീയേഴ്സ് ഓഫ് ദ PWD ഓർ ദ സ്റ്റേറ്റിൻ്റെ ടെക്നോ ലീഗൽ ഓഫീസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്ത് അവർ ഡിസൈൻസും കൂടി കണ്ടിട്ടാണ് പ്രൊജക്ട്സ് നടന്നുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ അവിടെ പല ലെവൽസിലുള്ള ചെക്കിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ദാറ്റ് ഓൾസോ ടേക്സ് ടൈം. കാരണം ഒരു ഹാൻഡ് ഫുൾ ഓഫ് എഞ്ചിനീയേഴ്സേ ഉള്ളൂ. ഇത്രയും മാസീവ് വർക്കുകൾ വരുമ്പോൾ അവർക്ക് എല്ലായിടത്തും എത്താൻ പറ്റുന്നില്ല. സോ ദർ ഈസ് ഓൾവേസ് എ catch-22 there, where as to trade-off between cost and time and the rapid requirement of transport. Where do you pitch your ball? ഇതൊരു ഡൈലമയാണ്. ഇത് ഇവിടുത്തെ മാത്രമല്ല, നമ്മൾ ഷിരൂരാണ് ഇത് ആദ്യം കണ്ടത്. അതിനൊരാഴ്ച മുമ്പ് ഞാൻ ഷിരൂർ വഴി യാത്ര ചെയ്തതാണ്. വി ഓൾ ന്യൂ ദാറ്റ് ദിസ് വാസ് ഗോൺ ടു കം ഡൗൺ. അവിടെ വർക്ക് പോലും നിന്ന് പോയ സ്ഥലമാണ് പല സ്ട്രെച്ചുകൾ. അപ്പം ആ സിസ്റ്റം ഓഫ് കോൺട്രാക്റ്റിങ്ങിലും നമ്മൾക്ക് ചിലപ്പോൾ ചില പരിശോധനകളൊക്കെ രാജ്യത്ത് വേണ്ടി